നമ്മൾ ഏതൊരു മാനദണ്ഡത്തിലാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതെന്ന് ചിന്തിക്കണം. വളരെ മനോഹരമായ ഒരു ദേവാലയം, മനോഹരമായ ഇലുമിനേഷൻസ്, നല്ല സൗണ്ട് സിസ്റ്റം. അടുത്ത ദിവസങ്ങളൊക്കെ വിശുദ്ധ കുർബാനയുണ്ട്. നമ്മുടെ സമാപന ദിവസം പ്രദക്ഷിണമുണ്ട്. അത് കഴിഞ്ഞ് 3 മേൽ കുർബാനയുണ്ട്. ഇവിടെ വലിയ ചടങ്ങുകളുണ്ട്. ഏറ്റവും അവസാനം സ്നേഹവിരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നിങ്ങളുടെ വികാരി അച്ഛനോട് പറയും, എൻ്റെ അച്ഛ ഈ വർഷത്തെ പെരുന്നാൾ മിണ്ടുന്നില്ലല്ലോ, എൻ്റെ അച്ഛ ഈ വർഷത്തെ നമ്മുടെ പെരുന്നാൾ അടിപൊളിയായിരുന്നു. എന്താ നമ്മുടെ അടിപൊളിയുടെ മാനദണ്ഡം? ഈ കാണുന്ന നയനങ്ങൾ കൊണ്ടുള്ള ഭംഗിയിൽ ആ ഭംഗി ഹൃദയത്തിലേക്ക് ആവിഷ്കരിച്ച് ഇതാണ് പെരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അടിപൊളിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വേണം, ഇതൊക്കെ നല്ലതാണ്. എന്നാൽ ആത്യന്തികമായി പെരുന്നാളുകളുടെ ഉദ്ദേശം, പെരുന്നാളിൻ്റെ ലക്ഷ്യം എന്താണെന്നത് വിശുദ്ധ കുർബാന ക്രമത്തിൽ കെംദായുടെ രാത്രി നമസ്കാരം ആരുടെയാ? കെംദായുടെ ഏതൊക്കെ നമസ്കാരമുണ്ട്? രാത്രി ഏതൊക്കെ നമസ്കാരമുണ്ട്? കെംദായുടെ രാത്രിയുണ്ട്, സ്ലീവായുടെ രാത്രിയുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ കെംദായുടെ രാത്രി നമസ്കാരത്തിൽ 2-ാം കൗമായുടെ ബൗസായിൽ ഈസ്റ്ററിനെ പറ്റി പാടുന്നൊരു പാട്ടുണ്ട്. അത് വലിയ പെരുന്നാൾ ഈസ്റ്ററിനെ പറ്റിയാണ് പാടുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് കടമെടുക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പാടുന്നത്: ഇപ്പെരുന്നാളിൽ കർത്താവേ നിൻ കോപത്തെ നീക്കേണം, ഇപ്പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകണം ഞങ്ങൾ, ഇപ്പെരുന്നാളിൽ കർത്താവേ തരണം ഞങ്ങൾക്കുൾവൻപ. കേട്ടിട്ടുണ്ടോ? ഇല്ല, എപ്പോഴെങ്കിലും കേൾക്കണം കേട്ടോ. 3 ആശംസയാണ്, പ്രാർത്ഥനയാണ് പെരുന്നാളുകൾക്കുള്ളത്. ഈ പെരുന്നാളിൽ കർത്താവേ നിൻ കോപത്തെ നീക്കണം. 2, ഈ പെരുന്നാളിൽ കർത്താവേ ഞങ്ങൾക്കുൾവെണ്മ നൽകണം. 3, ഈ പെരുന്നാളിൽ കർത്താവേ ഞങ്ങളെ നിർമ്മലരാക്കണം. അത് 2ആയിട്ട് ഞാനങ്ങ് പറയാം. 1, ഈ പെരുന്നാളിൽ കർത്താവേ നിൻ കോപത്തെ നീക്കണം. ഞാൻ ചോദിക്കട്ടെ, 2021 ഡിസംബർ മാസം 29-ാം തീയതി, 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ 2022 2K22 എന്ന് പറഞ്ഞ് ആഘോഷിക്കാനൊക്കെ എല്ലാ മനുഷ്യരും ഒരുങ്ങിയിരിക്കുക. 2K22 ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2022 പ്രവേശിക്കുന്ന ഈ സമയം നമുക്കൊന്ന് ചിന്തിക്കാം, ഇന്ന് ദൈവത്തിൻ്റെ കോപം നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ കാണുന്ന ദൈവകോപത്തിനൊരു ഭാഗമുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ ജനം ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോൾ ക്ഷിപ്രകോപിയായ ദൈവം ശിക്ഷ നടത്തുന്നുണ്ട്. ശരിയല്ലേ? ദൈവം കാട്ടുതേ വെട്ടിക്കിളി അയക്കുന്നുണ്ട്, ഭേൻ അയക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങൾ ദൈവം സൃഷ്ടിച്ച് ജനത്തെ അബദ്ധ സഞ്ചാരത്തിൽ നിന്ന് തിരികെ വിളിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവായ, ശാന്തിയുടെ പ്രഭുവായ ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നാം കാണുന്ന ക്രിസ്തുവിൻ്റെ മക്കളായിരിക്കും നമ്മൾ. ക്രിസ്തു സ്നേഹത്തോടെ വളരുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഇന്ന് ദൈവത്തിൻ്റെ കോപം നിലനിൽക്കുന്നുണ്ടോ? ഞാൻ പറയും നിലനിൽക്കുന്നുണ്ട്. നമ്മളേറെ മിടുക്കരാണ്. ഈ കൊറോണ എന്ന ദുരന്തം തന്നെ എടുത്താൽ മതിയല്ലോ. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചതാണോ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാകുന്നുണ്ടോ? വൈദ്യശാസ്ത്രം പറഞ്ഞു 3 മാസം കൊണ്ട് തീരും, അല്ല 6 മാസം എടുക്കും, അല്ല 1 വർഷം എടുക്കും, അല്ല 2 വർഷം എടുക്കും. 2 വർഷമാകുന്നു. അതാ മറ്റൊരു വകഭേദമായ ഒമിക്രോണും എത്തിക്കഴിഞ്ഞു. മനുഷ്യന്റെ ബുദ്ധി എവിടെയാണ്? കഴിവ് എവിടെയാണ്? സാമർഥ്യം എവിടെയാണ്? വിദ്യാഭ്യാസം എവിടെയാണ്? സമ്പത്ത് എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നേടിയതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷൻ. കൊതുക് ഒരല്പ പ്രാണിയാണ്. പേടിയുണ്ടോ ഇല്ലയോ?
പേടിയുണ്ട്. കൊതുകൊരു സമയത്ത് പെരുകിയപ്പോ ഇന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നവരുണ്ട്. ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ പോയാൽ ചിക്കൻ ഗുനിയ വന്നുകൊണ്ട് അച്ഛാ ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് പറയുന്ന പല മുതിർന്ന തലമുറയുമുണ്ട്. തെരുവ് നായ്ക്കൾ, പണ്ടുമുണ്ടായിരുന്ന റോഡുകളിൽ തെരുവ് നായ കളിച്ച് എത്രയോ പേര് മരിക്കുന്നു, മുറിപ്പെടുന്നു. ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു യുക്തിവാദിയുടെ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: തെരുവ് നായ്ക്കൾക്ക് പോലും തോന്നി മനുഷ്യന്റെ സ്വഭാവം എൻ്റെ സ്വഭാവത്തെക്കാൾ മോശമാണെന്ന്. അതുകൊണ്ട് എനിക്ക് പുണ്യം കിട്ടണമെങ്കിൽ ആരെ കടിക്കണം? മനുഷ്യനെ കടിക്കണം. കടിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല എന്ന് നായ്ക്കൾ സ്വയമേ പറയുമെന്നാണ് ഈ യുക്തിവാദിയായ മനുഷ്യൻ തൻ്റെ ആർട്ടിക്കിൾ ലേഖനത്തിൽ എഴുതി വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവത്തിൻ്റെ കോപം നിലനിൽക്കുന്നുണ്ട്. അതിനടിസ്ഥാനപരമായ കാരണം മനുഷ്യന്റെ തിന്മയാണ്. സോഷ്യൽ മീഡിയകളിൽ നാം കാണുന്ന മനുഷ്യന്റെ ക്രൂരകരമായ ജീവിതം, ഒരു മനുഷ്യന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ജീവിത ശൈലികൾ, മ്ലേച്ഛതയുടെ ലോകം, പാപത്തിന്റെ അതിപ്രസരം, അത് നിൽക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ കോപം നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതൊന്ന് മാറ്റണ്ടേ? ഈ ദൈവകോപം മാറ്റപ്പെടുവാൻ എന്താണ് ഉപാധി? മറ്റന്നാള് ഇവിടെ റാസയുണ്ട്, പ്രദക്ഷിണമുണ്ട്. എന്താണ് ഈ പ്രദക്ഷിണത്തിന്റെ അർത്ഥം? പോരുവഴി ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇടവകയിൽ ഞങ്ങൾ 1000 വീട്ടുകാരുണ്ട്, കണ്ടോ ഞങ്ങൾ 5000 പേര് നടന്നു വരുന്നത്. അതിനാണോ ഈ പ്രൊസഷൻ, ഈ പ്രദക്ഷിണം? നമ്മുടെ ആൾബലം, സംഘബലം കാണുവാനായിട്ടാണോ? അല്ല പ്രിയപ്പെട്ടവരെ. പ്രദക്ഷിണം എന്തിനെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കർത്താവിന്റെ കുരിശിനെ ഈ ദേശം ചുറ്റി കാണിക്കുകയാണ്. ഈ കുരിശിനെ ആരൊക്കെ ആരാധിച്ചോ, ആരൊക്കെ വണങ്ങിയോ, ആരൊക്കെ നമസ്കരിച്ചോ, ആത്മാർത്ഥതയോടെ അവരൊക്കെ രക്ഷപ്പെടും. അതിൻ്റെ അകമ്പടിയാണ് സഞ്ചരിക്കുന്ന മദ്ബഹായും കൊടാകൊടി, കിലുക്കുമണി, പടക്കങ്ങൾ, ആരവങ്ങൾ. ഇതെല്ലാം കർത്താവിന്റെ കുരിശിനെ ദേശം ചുറ്റി സൗഖ്യത്തിന്റെ പാനപാത്രമായി നാം ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിക്കുമ്പോൾ, അതിൻ്റെ അകമ്പടിയാ നിന്ന് നാം അതിന് ഭാഗവാക്കാകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, ഈ കോപത്തെ ഞങ്ങളിൽ നിന്ന് നീക്കണം. ഇതായിരിക്കണം പ്രാർത്ഥന. പ്രദക്ഷിണത്തിന്റെ പ്രാർത്ഥന ഇതാവണം. ഈ കുരിശ് ചെല്ലുന്നിടമൊക്കെ സൗഖ്യം വരണം. അതിനാണ് കുരിശ് മദ്ബഹായിൽ പ്രതിഷ്ഠിച്ച് ധൂപകലശത്തോടുകൂടെ പ്രദക്ഷിണം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. 2, ദൈവമേ ഞങ്ങളെ നിർമ്മലരാക്കണം, ഞങ്ങൾക്കുൾ വെണ്മ നൽകണം. ഒരുമിച്ചങ്ങ് പറയാം: ഞങ്ങളെ നിർമ്മലരാക്കണം. എന്താ ഈ നിർമ്മലത? ചില അമ്മമാർക്കൊക്കെ പേരുണ്ട് നിർമ്മല. കന്യകമറിയാമിനെ പ്രശംസിക്കുവാൻ പിതാക്കന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും അത് തന്നെയാണ്. നിർമ്മലമാം ഉദരേ നിർമ്മലമായി. അപ്പോ നിർമ്മലത എന്നുള്ള പദം, അതിൻ്റെ ആവിഷ്കാരം എനിക്ക് തോന്നുന്നു കൃത്യമായി നടത്തിയത് ദാവീദാണ്. ദാവീദ് എങ്ങനെയാണ് നിർമ്മലത എന്നുള്ള പദം ആവിഷ്കരിച്ച് നമുക്കറിയാം. ദാവീദിന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഏറി വന്നു. ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. ദൈവ വഴി നടക്കേണ്ടുന്ന മനുഷ്യനാണ്, പക്ഷേ അബദ്ധ വഴികളിലൂടെ പോവുകയാണ്. അബദ്ധ വഴിയിലേക്ക് പോകുന്ന ദാവീദിന്റെ അടുക്കൽ ദൈവം നഥാൻ പ്രവാചകനെ അയച്ചു. നഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന് മുൻപാകെ വിരൽ ചൂണ്ടി തെറ്റിനെ പറ്റി ഓർമ്മിപ്പിച്ചു. തെറ്റിനെ പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോൾ ദാവീദ് പൊട്ടിക്കരയുകയാണ്. തൻ്റെ പാപത്തെ പറ്റി ബോധമുണ്ടായപ്പോൾ ദാവീദ് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞിട്ട് തോരാതെ പെയ്യുന്ന മഴ പോലെ ദാവീദ് പാടിയ സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. അതിലിങ്ങനെയൊരു വാക്യം നമുക്കറിയാം: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തന്ന് സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണം. എന്നെ കേൾക്കുന്ന ഇസ്രായേൽ ഗൃഹമേ, നമ്മുടെ ജീവിതത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാപകരമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് അനുതാപമുണ്ടാവണം. പാപകരമായ ജീവിതത്തെ ഓർത്ത് ഉത്ബോധമുണ്ടാവണം. പാപകരമായ ജീവിതത്തെ ഓർത്ത്
ദൈവസന്നിധിയിൽ ദാവീദ് കരഞ്ഞ പോലെ കരയണം. അവിടെയാണ് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ കഴിയുക. അതുകൊണ്ട് ഈ പെരുന്നാൾ ദൈവമേ നിന്റെ കോപത്തെ നീക്കി ഞങ്ങൾക്കുൾ വെണ്മ നൽകി ഞങ്ങളെ നിർമ്മലരാക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഈ പെരുന്നാളിലേക്ക് നമുക്ക് ഒരുങ്ങാം. പ്രധാന ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ആദ്യം തുടങ്ങിയ വരികൾ ഇങ്ങനെയാണ് പാട്ടിൽ, സുവിശേഷ ഗീതത്തിൽ: ജീവിതമിന്നും ശരിയായിട്ടില്ലയോ. ശരിയാണ്, ജീവിതമെന്നും എൻ്റെ ജീവിതം ശരിയായി എന്ന് ആർക്കെങ്കിലും ചങ്കത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല എൻ്റെ ജീവിതം ശരിയായെന്ന്. അതുകൊണ്ടാണ് ഭക്തനായ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പക്ഷേ മനുഷ്യ സമൂഹം നോക്കിക്കൊണ്ടാവാം ദൈവസന്നിധിയിൽ ഒരു കുമ്പസാരം പോലെ ഇങ്ങനെ പാടിയിട്ടത്: ജീവിതം ഇന്നും ശരിയായിട്ടില്ല. എന്താ ജീവിതം ശരിയാകാത്തതിൻ്റെ കാരണം? നമ്മളൊക്കെ പലരെയും കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപരന്റെ മുഖത്ത് നോക്കി അവൻ തെറ്റുകാരനാണെന്ന് പറയുവാൻ ഇഷ്ടമുള്ളവരാണ് ഞാനും നിങ്ങളും, ഞാൻ ഉൾപ്പെടെ പറയുക. എന്നാൽ ഞാൻ തെറ്റുകാരാണെന്ന് പറയുവാൻ എനിക്കിഷ്ടമല്ല. അതാണ് മനുഷ്യന്റെ സ്വഭാവം. പിന്നെങ്ങനെ ജീവിതം ശരിയാകും? ജീവിതം ശരിയാകണമെങ്കിൽ ബന്ധങ്ങൾ ശരിയാവണം. നിങ്ങൾ എന്തെല്ലാം ലോകത്തിൽ കാണിച്ചു കൂട്ടിയാലും എന്തെല്ലാം ലോകത്തിൽ ചെയ്താലും നമ്മുടെ ബന്ധങ്ങൾ ശരിയായില്ലെങ്കിൽ ജീവിതം ഒരിക്കലും ശരിയാവുകയില്ല എന്നുള്ളത് ഈ പരിശുദ്ധ മദ്ബഹ മുമ്പാകെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ. നല്ല ബന്ധങ്ങളാണ് ജീവിതം ശരിയാക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. ഇനിയും എങ്ങനെയാ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക? ഈ ബന്ധങ്ങളൊക്കെ മറന്നുപോയത് കൊണ്ടാണ് ഈ ആധുനിക മനുഷ്യൻ പുതിയൊരു സമ്പ്രദായം ഉണ്ടാക്കി. ഈ കുടുംബദ്രോഹം അല്ല, കുടുംബയോഗം. എന്താ? പുതിയ മനുഷ്യൻ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ നൂട്ടി ഉറപ്പിക്കുവാൻ കണ്ടെത്തിയ പുതിയ സാധനമാണ് എന്താ? അല്ല, പറയുന്നില്ലല്ലോ, ഉറക്കെ പറ. കുടുംബയോഗം. എന്താ ഈ കുടുംബയോഗത്തിന്റെ പ്രത്യേകത? പ്രത്യേകത ഞാൻ പറയും, ഞാനും ഒരു കുടുംബയോഗത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഇടയിൽ വലിയ സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവരെയൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുവാനും അല്ലേ, ഈ കൺവെൻഷനൊക്കെ പോകുമ്പോഴേ ഇപ്പം ഞാൻ 65-70 കിലോമീറ്റർ ദൂരം യാത്ര ഇവിടെ വന്നേ അല്ലേ. അപ്പോൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ എനിക്കിനിയും ഇവിടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അല്പം ആഹാരം കഴിച്ചിട്ട് തിരിച്ചെവിടെ പോകണം? എൻ്റെ വീട്ടിൽ പോകണം, തിരുവല്ലയ്ക്ക് പോയി കിടന്ന് ഉറങ്ങണം അല്ലേ. എൻ്റെ ആഗ്രഹം അതാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളെയൊക്കെ നമ്മുടെ അച്ഛന്മാർ സ്നേഹം കൊണ്ട് ചില ഭവനങ്ങളൊക്കെ കൊണ്ടുപോയി, അച്ഛാ ഇവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്, പള്ളി സൗകര്യക്കുറവായതുകൊണ്ട് ഇവിടെ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിച്ചിട്ട് അവിടെ കഴിക്കാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അല്പം സംസാരിക്കുന്ന അച്ചായനോ അമ്മാമ്മയൊക്കെ ഉണ്ടെങ്കിൽ, അച്ചോ എന്തോ ആ പള്ളിയുടെ മുന്നിൽ കുരിശ് കണ്ടായിരുന്നോ? കണ്ടു, ഞങ്ങളുടെ അപ്പച്ചൻ പണിയിച്ചതാ. ഞാൻ എന്ത് വേണം? എനിക്കൊരു ചപ്പാത്തി മതി. എനിക്ക് ഒരു ചപ്പാത്തി കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. അച്ചോ ദാ മതിൽ കണ്ടു. അതെന്താ? ഇവിടെ മാർത്തോമാസിലേക്ക് ഇരുന്നതാ. ഞാനെന്ത് കഴിച്ചു? എനിക്കൊരു ചപ്പാത്തി കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങണം. ഇതേ ആഗ്രഹമുള്ളൂ. പക്ഷേ നമ്മൾ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ വലിയ വലിയ സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടതാണ്, ഇന്ന തിരുമേനി, ഇന്ന മന്ത്രി, പിന്നെ പക്ഷേ നിന്റെ ബന്ധത്തിൻ്റെ ശൈലി എങ്ങനെയാണെന്ന് പലപ്പോഴും നീ മറന്നു പോകുന്നു എന്നുള്ളതാണ് കാതലായ പ്രശ്നം. നമ്മൾ ബന്ധങ്ങളെ പറ്റി പറയുന്നത് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അപ്പാപ്പൻ, എൻ്റെ ഉപ്പാപ്പൻ, എൻ്റെ പേരമ്മ, കൊച്ചമ്മ എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗമുണ്ട്, എൻ്റെ അല്ലേ. നമ്മുടെ അപ്പൻ എന്ന് പറയത്തില്ല, നമ്മുടെ അമ്മ,
നമ്മുടെ അപ്പാപ്പൻ എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമല്ല. എൻ്റെ എന്നുള്ള ഒരു സ്വാർത്ഥഭാവത്തോടുകൂടിയാണ് പല ക്രൈസ്തവനും തങ്ങളുടെ ബന്ധങ്ങളെ ആവിഷ്കരിക്കുക. എന്നാൽ പരിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുകയാണ് ബന്ധങ്ങളുടെ വിശാലത. അപ്പോസ്തലനായ പൗലോസ് 1 തീമോത്തിയോസ് 5-ാം അധ്യായം 1, 2, 6 വാക്യങ്ങൾ ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ്. 1 തീമോത്തിയോസ് 5, 1, 2, 6 വാക്യം. മൂത്തവനെ ഭർസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. 6-ാമത്തെ വാക്യം, കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഒന്നുകൂടെ വായിക്കാം. വേദപുസ്തകം ഘനമുള്ള വസ്തുവായതുകൊണ്ടും കൊണ്ടു നടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും ഇരിക്കേണ്ട സ്ഥലത്ത് മാത്രം ഇരിക്കേണ്ടത് കൊണ്ടും കൊണ്ടു നടന്നാൽ വല്ലവനും വല്ലതും പറയുമെന്ന് അപകർഷതാബോധം ഉള്ളതുകൊണ്ടും അത് മാത്രമല്ല എൻ്റെ അച്ഛനേക്കാൾ ഞങ്ങൾക്ക് വേദപരിജ്ഞാനം ഉള്ളത് കൊണ്ടും അത് മാത്രമല്ല ഇതിൽ മുഴുവൻ ഞങ്ങൾക്ക് കാണാതറിയാമെന്ന് അറിവുള്ളവർ വേദപുസ്തകം കൊണ്ടുവന്നിട്ടില്ല, അറിവില്ലാത്തവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഭൂരിപക്ഷത്തിൻ്റെ കയ്യിൽ വേദപുസ്തകമില്ല, ന്യൂനപക്ഷത്തിന് കയ്യിൽ വേദപുസ്തകമുണ്ട്. കൊണ്ടുവന്നവർക്ക് പ്രത്യേകമായ അഭിനന്ദനവും. ഞാനിങ്ങനെ പറയുന്നുണ്ട്, കുഴപ്പമല്ലോ ഉണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ 1 തീമോത്തിയോസ് 5-ാം അധ്യായം 1, 2, 6, മൂത്തവനെ ഭർസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരങ്ങളെ പോലെയും മൂത്ത സ്ത്രീകൾ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. അവസാനം പറയുകയാണ്, കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പ്രമാണിക്കുന്ന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് പറഞ്ഞാൽ സങ്കുചിതമായ വ്യവസ്ഥാപിതമായ ഒരു ബന്ധമല്ല അവനുള്ളത്. വിശാലമായ ഒരു ബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലുള്ളത്. തിയോളജിയിൽ ഒരു പദപ്രയോഗമുണ്ട്, ബിയോണ്ട് ദ ബൗണ്ടറി, അതിരുകൾക്കപ്പുറം. ഒരു ക്രൈസ്തവന്റെ ബന്ധങ്ങളുടെ വിശാലത എന്ന് പറയുന്നത് അതിരുകൾക്ക് അപ്പുറമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, മൂത്തൊരാളെ കണ്ടാൽ എൻ്റെ അപ്പനാണെന്ന് ബഹുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പാപമുണ്ടാകുമോ? മൂത്തൊരു സ്ത്രീയെ കണ്ടാൽ എൻ്റെ അമ്മയാണെന്ന് ബഹുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പാപമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ചെറുപ്പക്കാരായ പ്രായം കുറഞ്ഞ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കണ്ടാൽ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് ദൈവബോധത്തോടെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പാപമുണ്ടാകുമോ? ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാതെ പോയ മൃഗതുല്യമായ ജീവിതത്തിന്റെ ശൈലി നമ്മിലുണ്ടായപ്പോഴാണ് ബന്ധങ്ങളുടെ വിശാലതകൾ നാം മറന്ന് പാപത്തിന്റെ വിശാലതയിൽ നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ എത്ര നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇന്ന് ഉച്ചയ്ക്ക് TV-യിൽ ഒരു ന്യൂസ് തിരുവനന്തപുരം ഭാഗത്തെ കാണിച്ചു. ഒരു കാമുകനായ പയ്യൻ കാമുകിയെ കാണുവാൻ വീട്ടിൽ കയറി. പിതാവ് രാത്രിയിൽ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നു, ഒന്നും ചെയ്തില്ല, അതിനെ കുത്തിക്കൊന്നു. എന്തൊരു കാലഘട്ടമാണ്! നൊമ്പരപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ മറന്നു പോകുന്നത് നല്ല ബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്നുള്ളതാണ്. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഞങ്ങൾക്കൊക്കെ പട്ടം തരുന്ന സമയത്ത് പട്ടം കൊടയുടെ ബസുമൽക്കമൊക്കെ കഴിഞ്ഞ് മേൽപ്പട്ടക്കാരൻ കസേരയിലിരിക്കുന്നതിന് മുമ്പ് ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തനിക്ക് സ്തുതി എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു 3/4 മണിക്കൂർ ദൈർഘ്യമുള്ള കുറേ സാധനങ്ങൾ പറയും, അല്ലേ? കുറേ കാര്യങ്ങൾ പറയും. അതിൻ്റെ പേരെന്താ? പട്ടം കൊടുക്കുന്നതിന് മുമ്പ് തിരുമേനി പുസ്തകത്തിൽ നോക്കി കുറേ കാര്യങ്ങൾ പറയും. എന്താ പറയുന്നറിയാമോ? ഇല്ല, ഞാൻ അങ്ങനെ പറയാം. അതിൻ്റെ പേരാണ് അമാലോകിയ. പേടിക്കണ്ട, ഉപദേശങ്ങൾ എന്നർത്ഥം.
അമാലോകിയ ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ വേദഭാഗം ഉൾപ്പെടെ. എന്ന് പറഞ്ഞാൽ പട്ടക്കാരൻ മുതൽ അൽമായക്കാരൻ വരെ സർവ്വ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവൻ എല്ലാവരും പാലിക്കേണ്ടുന്ന ചില പ്രമാണങ്ങളായിട്ടാണ് ഈ വേദഭാഗത്തെ പരിശുദ്ധ സഭ പോലും കണ്ടിരിക്കുന്നത്. അത്ര പ്രാധാന്യമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വേദവാക്യങ്ങൾ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് അറിയുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, രക്തബന്ധങ്ങളെക്കാൾ അപ്പുറം വിശാലമായ ഒരു ബന്ധത്തിലേക്ക് ഈ ഭൂമി വളരണം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇനി പാപങ്ങൾ പെരുകും. നാളെ നമ്മുടെ മക്കൾ ജീവിക്കുമ്പോൾ അവരേതൊരു കാലഘട്ടത്തിന്റെ അവകാശികളായി തീരുമെന്നുള്ളത് നമ്മുടെ മനസ്സിനെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വിശാലമായ ലോകത്തിന്റെ സാക്ഷികളായി, വിശാലമായ ബന്ധത്തിന്റെ ഉടമസ്ഥരായി ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നാളെ തലമുറയെപ്പറ്റി നമുക്ക് യാതൊരു ആശങ്കയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചൊല്ലുന്നത്, കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ വരി എന്താ ചൊല്ലുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നാണോ? കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ ആദ്യത്തെ വരി എന്താണ്? സ്വർഗസ്ഥനായ, ഉറക്കപ്പറ, ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ എന്നുള്ള പ്രയോഗത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? എൻ്റെയും നിന്റെയും മാത്രം ഒരു പേഴ്സണൽ സ്വത്താണ് ദൈവം അല്ല. ദൈവം ഈ അഖിലാണ്ട് മുഴുവൻ്റെ സ്വത്താണ്. അവിടെ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ വർണ്ണവിവേചനമില്ലാതെ ജാതിമത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു ദൈവസ്നേഹത്തിന്റെ പാരമ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവർക്കും അപ്പനായിരിക്കുന്നതുകൊണ്ടാണ് എന്താ വിളിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർത്തഡോക്സ് ആരാധനയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും എൻ്റെന്നില്ല. ഉണ്ടോ? ഓർത്തഡോക്സ് ആരാധനയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും എൻ്റേതെന്നില്ല. ഞങ്ങളുടേത്, ഞങ്ങൾക്ക് എന്ന് മാത്രമേ പ്രയോഗമുള്ളൂ. അതിൻ്റെ അർത്ഥം ദൈവം ഒരുവന് എത്രമാത്രം അടുപ്പമായിരിക്കുന്നുവോ അതേ ബന്ധം സമസൃഷ്ടങ്ങളിൽ ദൈവമുണ്ട് എന്നുള്ള അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നയിക്കുകയും നമുക്ക് ആ ബോധം നൽകുകയും ചെയ്യുകയാണ്. വിശ്വാസത്തെ പറ്റി പറയുന്നത് ദ 3 pillars ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ 3 തൂണുകളുണ്ട്. കേട്ടിട്ടുണ്ടോ? ദ 3 pillars ഓഫ് ഫെയ്ത്ത്. മിണ്ടുന്നില്ല. 2000-ലധികം വർഷം പാരമ്പര്യമുള്ളവരാ അല്ലേ? പാരമ്പര്യം പറയുമ്പോൾ വലിയ കോളറൊക്കെ പിടിച്ച് പറയും. 2000 മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയും പണ്ടൊരു നാളിൽ മാർത്തോമ നട്ടു നടച്ച പരിശുദ്ധ സഭ എന്നൊക്കെ പറയും അല്ലേ? എന്തുവാ ദ 3 pillars ഓഫ് ഫെയ്ത്ത്? വിശ്വാസത്തിന്റെ 3 തൂണുകൾ. അറിയാമോ? ഇല്ല, ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. 1, പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. 2, വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ മധ്യസ്ഥത. 3, വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇപ്പൊ മനസ്സിലായോ? ഒന്നാമത്തേത് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. ബന്ധങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു തലമാണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. തൃത്വത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്ന ഞായറാഴ്ച ഏതാണ്? പരിശുദ്ധ തൃത്വത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്ന ഞായറാഴ്ച അവൻ ഒന്നാകുന്നു എന്നാൽ അവർ രണ്ടല്ല, അവർ 3 അത്രയും. അവർ 3 ആകുന്നു എന്നാൽ അവർ 1 അത്രയും. 3 ഗ്രൂമങ്ങളായി കാണപ്പെടുന്നു എന്നാൽ ഒരു ഉണ്മയാകുന്നു. ഒന്നും മനസ്സിലാകത്തില്ല എന്ന്. അവർ 6:30 തുടങ്ങിയ 11 മണിയാകും, തീരത്തുമില്ല. ഇടക്കിടക്ക് അച്ഛൻ വന്ന് ഉറങ്ങിയോ എന്ന് വെള്ളം ഒഴിച്ചു നോക്കാറുണ്ടല്ലേ? എന്തോ അത് പറ. പെന്തക്കോസ്തിക്ക് 3 പ്രാർത്ഥനകളായി തിരിച്ച് പരിശുദ്ധ തൃത്വത്തിന്റെ സുന്ദരമായ ആവിഷ്കാരമാണ്. അവിടെ പറയുന്നത് 3 പക്ഷെ 3 പറ ഒന്നാണ്. 3 പക്ഷെ ഒന്നാണ്. ഈ സത്യമാണ് പറയുന്നത്. പല തലത്തിൽ അതിനെ ആവിഷ്കരിച്ച് പിതാക്കന്മാർ പറയുകയാണ്. തൃത്വം ബന്ധങ്ങളുടെ 3 നിന്നാൽ 3-നും എക്സിസ്റ്റൻസ് ഇല്ല. എന്നാൽ അവ ഒന്നായിട്ട് നിൽക്കുമ്പോഴാണ് നിലനിൽപ്പുള്ളതും ഇന്ന് നമ്മെ ഭരിക്കുന്നതും. രണ്ടാമത് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയ്ക്ക് ഈ ബന്ധങ്ങളെ പറ്റി വല്ലതും പറയാറുണ്ടോ? ഞാൻ ഒരു 6-7 മാസം മുമ്പ്
എൻ്റെ അനിയൻ്റെ വിവാഹമായിരുന്നു. അതിനുവേണ്ടി അല്പം മത്സ്യമൊക്കെ വാങ്ങാൻ ഞാനും എൻ്റെ ഫാദറും ഞങ്ങൾ ചങ്ങനാശ്ശേരി ചന്തയിൽ പോയി. ഒരു സുഹൃത്ത്, ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ്, എനിക്കൊന്ന് ലാറ്റിൻ കാത്തലിക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങുന്നത്. മീൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ആ ട്യൂൺ ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ. കേട്ടിട്ടുണ്ടോ? സ്വർഗീയ യെരൂശലേമിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, ഋഷിമാലാഖമാർ, മോറാബോസേന്മാർ, ശുദ്ധോലന്മാർ തുടങ്ങിയ അദൃശ്യരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതി പാടിപ്പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇല്ല, കേട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമാ. എൻ്റെ അച്ഛാ പ്രസംഗം സൂപ്പറാ കേട്ടോ, അച്ഛൻ്റെ കുർബാനയോ അടിപൊളിയാ. ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴും നമുക്കെല്ലാം വലിയ ആവേശമായി, ഒത്തിരി ഫാൻസ് അസോസിയേഷനായി. എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ഒത്തിരി ഫാൻസ് അസോസിയേഷൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് നിങ്ങൾക്ക് എല്ലാം ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുർബാനയ്ക്ക് പോലും ഇപ്പം ആരുണ്ട്? ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഇന്ന് അച്ഛൻ്റെ കുർബാന മതിയെന്നേ. എന്തുകൊണ്ടെന്നാൽ അടിപൊളി കുർബാനയാ. വലിയ ചൊല്ലുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാന്ന് പോരാന്നേ. ഒരു കാര്യം ഞാൻ പറയാം, ശബ്ദമുള്ള ശുഭോച്ചൻ ചൊല്ലിയാലും ശബ്ദം കുറഞ്ഞ വലിയച്ഛൻ ചൊല്ലിയാലും കുർബാന ദൈവം ഒരുപോലെ സ്വീകരിക്കത്തുള്ളൂ. അത് ഓർത്തോണം. വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരണം ദൈവസന്നിധിയിൽ ഒരുപോലെ മാത്രമാണ്. ശബ്ദങ്ങളിലോ ശബ്ദമാധുര്യത്തിനോ ഒന്നും അവിടെ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ പങ്കാളിത്തവും അർപ്പിക്കുന്ന അച്ഛൻ്റെ വിശുദ്ധിയും മനോഭാവങ്ങളും ഒക്കെ സംയോജിക്കുമ്പോൾ അത് സ്വർഗത്തിൻ്റെ ബലിയായി പരിവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പെസഹായ്ക്ക് ചൊല്ലുമല്ലേ, റൊസലി രഹസ്യം രഹസ്യം കൽപ്പീച്ചീഷൻ. എന്തിനെപ്പറ്റി രഹസ്യം എന്ന് പറയുന്നത്? മിണ്ടുന്നില്ലല്ലോ. എന്തിനെപ്പറ്റി രഹസ്യം എന്ന് പറയുന്നത്? വിശുദ്ധ കുർബാനയെ പറ്റിയാ. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധ കുർബാനയെ പറ്റി പിതാക്കന്മാർ പറയുന്നത് ഇതൊരു രഹസ്യമാണ്. അതിനാണ് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പ്രധാന ശുശ്രൂഷകനോ അല്ലെ മധുബാൽ ശുശ്രൂഷിക്കുന്നവരോ സർവശക്തിയുള്ള പിതാവായി വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എവിടെ വരും? പടിഞ്ഞാറോട്ട് പോവും. എന്തിനാ പോകുന്നത്? ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, കുന്തിരിക്കത്തിനൊന്നും ഒരു മണവും ഇല്ല, എല്ലാം പ്ലാസ്റ്റിക്കാ. മണം നോക്കിയാണ് നിൽക്കുന്നത്. എന്തിനാ ശുശ്രൂഷക്കാരൻ പട്ടക്കാരനും വീശിയതിന്റെ ബാക്കി ധൂപകലശവും വാങ്ങിച്ചുകൊണ്ട് പടിഞ്ഞാറേക്ക് വരുന്നത്? സഭ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഇനിയുമുള്ള സമയം രഹസ്യങ്ങൾ നടക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രം, അത് അനുഭവിച്ചവർക്ക് മാത്രം ഇവിടെ നിൽക്കാം. ജാതികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗെറ്റ് ലോസ്റ്റ്. നിങ്ങൾ പുറത്തു പോകണം, നിങ്ങൾ പുറത്തു പോകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രഹസ്യമായിട്ട് നാം ആരാധിച്ച പ്രാർത്ഥനകൾ ഇന്ന് ചന്തയിൽ മീൻ വിൽക്കുന്ന സഹോദരന്റെ റിംഗ് ട്യൂണാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ രഹസ്യമെന്ന് കണ്ട പ്രാർത്ഥനകൾ ഇന്ന് ചന്തയിൽ മീൻ വിൽക്കുന്നവന്റെ റിംഗ് ട്യൂണായി മാറിയപ്പോ ആരാധനയിൽ നമുക്ക് സംഭവിച്ച അപജയം, സോഷ്യൽ മീഡിയയുടെ സ്റ്റാറ്റസുകൾ വളർന്നപ്പോൾ, ശബ്ദങ്ങളുടെ മാധുര്യം വളർന്നപ്പോൾ ആരാധനയിൽ സംഭവിക്കുന്ന അപജയങ്ങൾ. പോട്ടെ, ഇടയ്ക്ക് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥന ഏറ്റവും വലിയ തക്സായാണ് യാക്കോബിന്റെ തക്സ. പട്ടം കൊടുക്കുമ്പോഴും ദേവാലയം കൂദാശ ചെയ്യുമ്പോഴും മോറാനായ പെരുന്നാളൊക്കെ ചൊല്ലുന്ന തക്സായാണ് വിശുദ്ധ യാക്കോബിന്റെ തക്സ. അതിലെ ഒരു പ്രാർത്ഥനയാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ യെരൂശലേമിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, ഋഷിമാലാഖമാർ, മോറാബോസന്മാർ, ശുൽത്തോനന്മാർ തുടങ്ങിയ സ്വർഗീയരും ഭൗമികരുമായ സർവരും ഒരുപോലെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്തിനാ കുർബാനയ്ക്ക് സൂര്യൻ? എന്തിനാ കുർബാനയ്ക്ക് ചന്ദ്രൻ, നക്ഷത്രം, ഭൂമി, സമുദ്രം, മാലാഖമാർ,
ജീവനോടിരിക്കുന്ന നമ്മൾ വാങ്ങിപ്പോയവർ. എന്തിനാ? ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയും തീർന്നാൽ മതിയായിരുന്നു, വീട്ടിൽ പോയി കഞ്ഞിയും കറിയും വെക്കണം ധാരണ ഇരിക്കുന്നത്. നിങ്ങളെപ്പറ്റി അല്ലേ പറയുന്നത്, ഞാൻ നാട്ടുകാരെ പറ്റിയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയും ദ എക്സ്റ്റൻഷൻ ഓഫ് റിലേഷൻ, ബന്ധങ്ങളുടെ വലിയ വിശാലതയാണ്. ഈ ഭൂമണ്ഡലത്തിൽ ദൈവം എന്തെല്ലാം നിർമ്മിച്ചോ അതെല്ലാം വളരെ കൃത്യമായി ഉള്ളടങ്ങിയ പ്രാർത്ഥനയാണ്. ആരുടേത്? ഓർത്തഡോക്സ് ആരാധന. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ എനിക്ക് താ, എനിക്കുള്ളത്, എൻ്റെ മോൻ, എൻ്റെ ജോലി ആണോ? ഒരിക്കലുമല്ല. ബന്ധങ്ങൾ വിശാലമായ തലങ്ങളിലേക്ക് ഓർത്തഡോക്സ് ആരാധനകൾ വിളിച്ചുകൊണ്ടുമ്പോ സൂര്യനും ചന്ദ്രനും ഈ ഭൂമണ്ഡലങ്ങളിൽ ദൈവം എന്തെല്ലാം നിർമ്മിച്ചോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനും ഉൾപ്പെടെയുള്ള ആരാധനാ ബന്ധത്തെയാണ് പരിശുദ്ധ സഭ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ ഒന്നാമനായ തൃത്വവിശ്വാസവും കൂദാശകളുടെ മകുടമായ വിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥവും ഒരുപോലെ വലിയ ബന്ധങ്ങളെ കാണിച്ചു വരുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ കുറയ്ക്കുവാനായിട്ട് കഴിയും? നമ്മുടെ ബന്ധങ്ങൾ എൻ്റേതെന്ന് പറയുന്ന സങ്കുചിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഭാഗ്യവാനായ ഒസ്താത്യോസ് തിരുമേനി അറിയാമായിരിക്കും അല്ലേ? അറിയാമോ? അറിയാം. തിരുമേനിക്ക് തന്റെ ജീവിത ശൈലിയിൽ നിന്ന് ഒരുപാട് വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ 2 വാക്കുകളുണ്ട്. ഒന്ന് അവനവനിസം. കേട്ടിട്ടുണ്ടോ? കാറ്റഗിസം കേട്ടിട്ടുണ്ട്, സോഷ്യലിസം കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസം കേട്ടിട്ടുണ്ട്. ഇനി എന്താണ് ഈ അവനവനിസം? അറിയാമോ? ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അവനവനിസം. ഓക്കെ. രണ്ടാമത് തിരുമേനി പറഞ്ഞു മതിൽ സംസ്കാരം. എന്ത് സംസ്കാരമാ? ആർഷഭാരത സംസ്കാരം കേട്ടിട്ടുണ്ട്, ഹാരപ്പൻ മോഹൻജദാരോ സംസ്കാരം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മതിൽ സംസ്കാരം? താൻ വെച്ച വീടിനേക്കാൾ വലിയ മതിലിൽ കെട്ടി അതിനുള്ളിൽ ജീവിക്കുന്ന സംസ്കാരം എന്ന് പറയുന്ന പേരാണ് മതിൽ സംസ്കാരം. ഇങ്ങനെ അവനവനിസവും മതിൽ സംസ്കാരവും ഇന്ന് ഒരുപോലെ കിടപിടിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിന്ന് വരുന്ന വഴിക്കും തിരുവല്ല മുതൽ ഇങ്ങ് വരെയോളം ശ്രദ്ധിച്ചത് വലിയ വലിയ കൂറ്റൻ വീടുകൾ, ആ വീടിനെ വെല്ലുന്ന മതിൽ നിർമ്മിച്ചിരിക്കുമ്പോൾ എങ്ങനെ നിന്റെ ബന്ധങ്ങൾ വിശാലമാകും? നീ ബാഹ്യമായും ആന്തരികമായും നിന്റെ ബന്ധങ്ങൾക്ക് പരിമിതി നിർണയിച്ചിരിക്കുകയല്ലയോ? പിന്നെ എങ്ങനെ നീ ക്രിസ്തുവിന്റെ മകനാകും, ക്രിസ്തുവിന് അനുധാവനാകാനും? ഇതൊരു ചോദ്യമാണ്. ക്രിസ്തുവിനെ പറ്റി പറയുന്നത് ജീസസ് ദ മാൻ ഓഫ് അതേഴ്സ്. ക്രിസ്തു അപരന്റെയാണ്. നമ്മൾ പറയും എന്റെയാണ് ക്രിസ്തു. പക്ഷേ ചിന്തകന്മാർ പറയുന്നത് ജീസസ് ദ മാൻ ഓഫ് അതേഴ്സ്. ക്രിസ്തു അപരന്റെയാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തു സൃഷ്ടിയെ നോക്കി പണ്ട് കവി പാടിയ ഒരു പാട്ടുണ്ട്. കൊച്ചു ക്ലാസ്സിലൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ച, ഇന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. തറവാട് എന്ന് പറയുന്ന ഒരു കവിത ഇന്നുണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് മീഡിയം കൂടിയോണ്ട് മലയാളം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ. ലോകമേ തറവാട് തനിക്ക് പുൽക്കളും പുഴുക്കളും കൊടിത്തൻ കൊടുമ്മക്കാർ. എന്താ? ലോകം എനിക്ക് തറവാടാണ്, ഈ പുൽക്കളും പുഴുക്കളും എല്ലാം എൻ്റെ കുടുംബക്കാരാണ്. അങ്ങനെ പറയുമ്പോൾ ക്രിസ്തു അവരുടേതായിരിക്കുമ്പോൾ, ഈ ക്രിസ്തു ബന്ധത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള പുൽക്കളും പുഴുക്കളും ഉൾപ്പെടെ മുഴുവനും എൻ്റെ കുടുംബക്കാരെന്ന് പറയുന്ന ഒരാർഷഭാരതത്തിൻ്റെ സംസ്കാരം നമുക്ക് ഉണ്ടാവണം. ജോർജ് ഫിഫ്ത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരെഴുത്തുണ്ട്. അത് മലയാളീകരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഈ ലോകത്തിലൂടെ നാം ഒരിക്കലേ കടന്നു പോകൂ. ഈ ലോകത്തിൽ എല്ലാം ബന്ധമായിട്ടുള്ളവൻ്റെ യാത്ര സുഗമമാണ്.
ഈ ലോകത്തിലൂടെ നാം ഒരിക്കൽ മാത്രമേ കടന്നു പോകൂ. ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ബന്ധങ്ങളും അവനുണ്ടെങ്കിൽ അവൻ്റെ യാത്ര വളരെ സുഗമമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കർത്താവ് പറഞ്ഞത്, നിന്നെപ്പോലെ നിന്റെ വെറുതെ പറയരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ പുറകിൽ എന്താണ് അർത്ഥം? ഈ ലോകത്തിലുള്ള സർവരും നിന്റെ സഹോദരനും സഹോദരിയും അപ്പനും അമ്മയുമാണ് എന്നുള്ള ബോധം ഭരിക്കുന്നതിന് മാത്രമേ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്തൃ പ്രാർത്ഥനയിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ കർത്തൃ പ്രാർത്ഥന സ്വയമേ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരയണമേ. പറഞ്ഞേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണം. ഞാൻ അടുത്ത ഭാഗം ഞാൻ മിണ്ടത്തില്ല ഒരിക്കലും. പറഞ്ഞു. എന്താ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. കണ്ടീഷനാ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുവോ? അവിടെ ഒരു അളവൊന്നുമില്ല പറയുന്നത്. നീ എത്രമാത്രം നിന്റെ ബന്ധങ്ങളിൽ പക്വത പുലർത്തിയോ അതേ മാനദണ്ഡത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഞങ്ങളുടെ ഇടക്കാർ, ഞാൻ പലപ്പോഴും ആ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യും? കാരണം എനിക്ക് ഇച്ചിരി പിണക്കമൊക്കെ ഉള്ള ആളാണ്, തമാശക്കാണെങ്കിലും. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഉണ്ടാകും. കർത്താവേ, ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക? നമ്മളൊക്കെ നീട്ടിന് ചൊല്ലും, കടക്കാരൻ ക്ഷമിച്ച പോലെ കടലും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇനിയൊരു കുറ്റബോധം തോന്നണം. അതുകൊണ്ട് പറഞ്ഞത്, വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് തോന്നണ്ട, നിന്നോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോകണം. അവിടെയാണ് ബന്ധങ്ങളുടെ വലിയ ലോകത്തെ പറ്റി പറയുക. ഈ ലോകത്തിൽ ഒരിക്കലേ കടന്നു പോകൂ. എല്ലാം ബന്ധമായുള്ളവൻ്റെ യാത്ര സുഗമമായിരിക്കുമ്പോൾ നിന്നെപ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന വലിയ പ്രസംഗപീഠത്തിലേക്ക് കയറുന്ന ബന്ധങ്ങളുടെ ഒരു വിശാലത നമുക്ക് ഉണ്ടാവണം. ഇന്ന് മുഴുവൻ മത്സര ലോകമാണ്. മത്സര ലോകത്തിൽ എങ്ങനെ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുക? കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാഷിനെ കണ്ടുണ്ടോ? ഉണ്ടോ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ ഇങ്ങനെയാ പറയുക: കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വ്യഥ. കേട്ടുണ്ടോ? കൂടെയാണോ ജനിക്കുന്നത്? കൂടെയാണോ മരിക്കുന്നത്? മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് നീയും ഞാനും എന്തിനാണ് മത്സരിക്കുന്നത്? ഒരു കൊച്ചു സമയം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്, കർത്താവേ, എപ്പോഴോ എവിടെയോ എങ്ങനെയോ തിരുമനസ്സാകുന്ന പോലെ. എപ്പോഴാണെന്ന് ഒരുറപ്പും നമുക്കില്ല. ഇവിടെ മത്സരങ്ങൾ ലോകത്ത് നിൽക്കുമ്പോൾ ബന്ധങ്ങളുടെ ഭംശനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തകരുന്ന ബന്ധങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയല്ല ജനിക്കുന്നത്, കൂടെയല്ല മരിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, ജനനം 3 അക്ഷരം, ജീവിതം 3 അക്ഷരം, മരണം 3 അക്ഷരം. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുമ്പോൾ അതിനിടയ്ക്കുള്ള കേവലം 3 അക്ഷരമാണ് എന്ത്? ജീവിതമെന്ന 3 അക്ഷരം. ഇത് കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരാത്മീക തലത്തിലേക്കുള്ള ഉയർച്ച നമുക്കുണ്ടാകുമ്പോഴാണ് ബന്ധങ്ങളുടെ വിശാലമായ ലോകത്തിലേക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ബന്ധങ്ങൾ ആരംഭിക്കുന്നത് ദേവാലയത്തിൽ നിന്നാണല്ലോ, അല്ലേ? മിണ്ടുന്നില്ലല്ലോ. ആണല്ലോ, അല്ലേ? ഏറെക്കാലം സായിപ്പ് അമാന്തിച്ചൊരു കാലമാണ്. എങ്ങനെയാണ് ഭാരതീയൻ, പ്രത്യേകിച്ച് മലയാളിക്ക് 30, 35, 40 വർഷം ഒരു ജീവിത പങ്കാളി? സായിപ്പിന് ടെൻഷനായിരുന്നു.
കാരണം സായിപ്പിന്റെ വിഷയം എന്താണ്? സായിപ്പ് രാവിലെ കോട്ട് മാറുന്ന പോലെ മദാമയെ മാറും, മദാമ വൈകുന്നേരം അടുത്ത സായിപ്പിനെ എടുക്കും. അങ്ങനെ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെ കുറവൊന്നുമില്ല. ആ സായിപ്പ് മലയാളികളെ കണ്ട് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെ 30, 40, 50 വർഷം ഒരു ജീവിത പങ്കാളിയോട് ജീവിക്കാൻ മലയാളിക്ക് കഴിയുന്നു, ഭാരതീയന് കഴിയുന്നു? പക്ഷെ ഇന്ന് സായിപ്പിനെ തോപ്പിക്കുന്ന ആരായി? മലയാളിയായി മാറി. ഞാൻ ഈ വിവാഹ കൂദാശയ്ക്ക് മെസ്സേജ് കൊടുക്കുവാൻ അവസരം കിട്ടിയാൽ പറയുന്നൊരു കാര്യമാണ്, പുതിയ കുടുംബ ബന്ധങ്ങളെ 3 വാക്കിൽ പറയാം. 3 വാക്കിൽ. എവിടെയോ വായനയിൽ എനിക്ക് കിട്ടിയതാണത്. പുതിയ കുടുംബ ബന്ധങ്ങൾ 3 വാക്കിൽ പറഞ്ഞാൽ: കണ്ടു, കെട്ടി, പൊട്ടി. കണ്ടു, കെട്ടി, പൊട്ടി. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ സംസ്കാരത്തിൽ ജീവിത ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് പറയുന്നതിൽ ക്ഷമിക്കണം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച 2 ചെറുപ്പക്കാർ. ഈ പയ്യന്റെ അമ്മ വന്ന് എന്നോട് പറയുകയാണ്, മോന് ഭയങ്കര മൗനമാണ്, അച്ഛനൊന്നും സംസാരിക്കണം. ഞാൻ ഏറെ സമയം ഈ ചെറുപ്പക്കാരോട് സംസാരിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 10-17 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. സംസാരിച്ചു, എന്താണ് അതിൻ്റെ പ്രശ്നം? അവൻ ആദ്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എല്ലാ വിഷയത്തിനും എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷനുണ്ട്, നീ കാര്യം പറ. കാര്യം പറഞ്ഞപ്പോൾ 17-18 ദിവസം മാത്രം വിവാഹ ജീവിതം കഴിഞ്ഞ ഈ ചെറുപ്പക്കാരനെ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്താ കാര്യം? എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഇമോഷണലായി, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, നിന്റെ ഭാര്യ എന്തി? അവളവിടെ വീട്ടിൽ പോയേക്കുക. ഞാൻ വരാൻ പറ. ഒരു ദിവസം പറഞ്ഞ് ആ പെൺകുട്ടിയും അവിടെ അമ്മയുടെ വന്നു, ഇവനും വന്നു. ഞാൻ ഇവിടെ പുറത്തിരിക്കാൻ പറഞ്ഞു. ഈ പെൺകുട്ടി അമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് അവൻ എന്നോട് ധരിപ്പിച്ചത്. എന്താ കാര്യം? ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു. ചോദ്യം കഴിഞ്ഞ ഉടനെ പെൺകുട്ടിയേക്കാൾ മുൻപിൽ അമ്മ ഉത്തരം പറയാൻ തുടങ്ങി. അച്ഛാ അത്. ഞാൻ പറഞ്ഞു, ഷട്ടപ്പ്, മിണ്ടരുത്. ഞാൻ ചോദിച്ചോ? ഇല്ല, മിണ്ടരുത്. ഇങ്ങനെ ബന്ധങ്ങൾ നശിപ്പിക്കാൻ പല ഇടപെടലുകൾ അറിഞ്ഞും അറിയാതെയും പല വീടുകളിലുണ്ട്. അതേ സമയത്തൊന്ന് പറയട്ടെ. പെൺകുട്ടി ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ, അവൻ മാനസികമായിട്ട് ഒത്തിരി ഡൗൺ ആണ്, നീ വളരെ ഹാപ്പിയാണ്. രണ്ടും 2 വ്യത്യസ്തമായ ധ്രുവങ്ങളാണല്ലോ. എന്താ കാര്യം? കാര്യം പറ. ഒരു മടിയും കൂടാതെ, ഞാൻ അതാ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഒരു മടിയും കൂടാതെ 24 വയസ്സുള്ള ചെറുപ്പക്കാരിയായ പെൺകുട്ടി പറയുകയാണ്, അച്ചോ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ബോഡി സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയത്. എനിക്കൊരു തലമുറയെ ജനിപ്പിക്കുവാൻ ഇപ്പോൾ പറ്റില്ല. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളായത്. എനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റില്ലച്ചോ. എന്തിനാ പിന്നെ വിവാഹ കൂദാശ നടത്തുന്നത്? വിവാഹ കൂദാശയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുവാദമാണ്, നീ തലമുറകളെ ജനിപ്പിച്ച് അബ്രഹാമിന്റെയും ഇസഹാക്കിനും യാക്കോബിനും ദൈവം കൊടുത്ത അനുഗ്രഹത്തോടെ ജീവിക്കാൻ. പക്ഷേ ഇന്നത് വേണ്ട. പാശ്ചാത്യരുടെ സംസ്കാരങ്ങളൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അഭിനയവും അധിനിവേശവും എല്ലാം മനുഷ്യന് ഇന്ന് ഏറെ ഇഷ്ടമാണല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ വഹനം 1.5 മണിക്കൂർ ദീർഘമായ സമയത്ത് പ്രാർത്ഥിച്ച് പരമേൽപ്പിച്ച് ബഹുമാനങ്ങൾ കൊടുത്ത് ബഹുമാനിക്കേണ്ടവരെ പറഞ്ഞു കൊടുത്ത് പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ച് തൃത്വനാമത്തിൽ ആശീർവദിച്ചു വിടുന്ന വിവാഹബന്ധങ്ങൾ കാണുകയും കേൾക്കുകയും പൊട്ടുകയും ചെയ്യുന്ന തരംതാണ തലത്തിലേക്ക് മാറി എന്നുള്ളത് ഈ തലമുറയിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാവണം. അതുകൊണ്ട് ഞാൻ പറയും, സായിപ്പിന് സന്തോഷമാണ്. സായിപ്പിനേക്കാൾ വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ദുഷ്കരമായി കാണുന്ന ഒരു മലയാളി സമൂഹം ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കുറ്റബോധമായിട്ട് അവശേഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു വല്യമ്മച്ചിയുണ്ട്. തീരെ പ്രായക്കുറവാണ്, 96 വയസ്സുണ്ട്. എത്ര വയസ്സാ? 96.
നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞ ദാറ്റ്സ് എ ഓൾഡ് പീസ്. അതൊരു പുരാവസ്തുവാണ്, ഒരു പഴയ സാധനമാണ്. പക്ഷെ ഞാൻ എപ്പോഴും സ്കൂളിലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആ പുരാവസ്തുക്കളുടെ കൂടെ ഒരു ബന്ധത്തിലുള്ള ജീവിതം ഉണ്ടല്ലോ, അതിന്റെ സുഖം ഒന്ന് വലുത് തന്നെയാ. ഇന്ന് ഞാൻ ഈ സുവിശേഷം പറയുമ്പോഴും ഇന്ന് വിശുദ്ധ കുർബാന വെല്ലുമ്പോഴും കർത്തൂപ്പാട്ടോട് നിൽക്കുമ്പോ ഒക്കെ അതിന്റെ അനുഗ്രഹമൊക്കെ നമുക്കുള്ളൂ. കാരണം 96-ാമത്തെ വയസ്സിലും ഞാൻ ദൂരെയൊക്കെ കൺവെൻഷന് പോയി, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഭാര്യയൊക്കെ ഉറങ്ങും. എവിടെയെങ്കിലും ദൂരെ കൺവെൻഷന് പോയി, ഞാനിപ്പോൾ വളരെ പറഞ്ഞു, അമ്മച്ചി ഞാൻ വരില്ല, നാളെ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടേ ഞാൻ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോരുമ്പോൾ ആയിക്കോട്ടെ, കാരണം എൻ്റെ അമ്മച്ചി 9 ഉറങ്ങുമെന്ന് എനിക്ക് ബോധമുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ പോകുന്നെങ്കിൽ എൻ്റെ ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങിയാലും എൻ്റെ അമ്മച്ചി ഉറങ്ങാതിരിക്കും. ഉറങ്ങാതെ ഇങ്ങനെ കട്ടിലേ കിടക്കും. ഞാൻ വന്നു കയറി തലേന്നും തൊട്ട് അമ്മച്ചി ഞാൻ വന്നു, ഒരു ഞരങ്ങല. എൻ്റെ അർത്ഥം എന്താ? മോൻ പൊക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. ഇതൊരു ബന്ധമാ, അത് അനുഭവിച്ചാൽ അറിയുള്ളൂ. എനിക്ക് 38 വയസ്സുണ്ട്, എൻ്റെ അമ്മച്ചിക്ക് 96 വയസ്സുണ്ട്. 4:30 മണിക്ക് എണീക്കും. 5 മണിയാകുമ്പോ അലാം വെച്ച പോലെ ഞങ്ങൾ വീടിന്റെ മുകളിൽ ഇരുന്ന് കേൾക്കാം, അതിരാവിലെ തിരുസന്നിധി അണയുന്നോരി സമയേ. ഞങ്ങളെല്ലാം എണീക്കും, ഒന്നിച്ച് പ്രാർത്ഥന നടത്തും. ചിലപ്പോൾ ദൂരമൊക്കെ പോയി യാത്രാക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു കുമ്പസാരോട്ടങ്ങ് പറയാ, പകുതി പ്രാർത്ഥനയാകുമ്പോൾ ഞാൻ പതിയെ അമ്മച്ചിയുടെ മടിയിലോട്ട് തലയെ വയ്ക്കും. എന്താ ഉറക്ക ക്ഷീണം. പക്ഷെ എനിക്ക് വേണ്ടി എനിക്ക് നല്ല ബോധമാണ്, എൻ്റെ അമ്മച്ചി മുഴുവൻ പ്രാർത്ഥനയും ചൊല്ലും. പ്രാർത്ഥനയൊക്കെ ചൊല്ലി തീരാറാകുമ്പോൾ ഞാൻ ഞെട്ടി ഉണരും. എങ്ങനെയാണെന്നറിയാമോ? അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന ധാരധാര ഒഴുകുന്ന അനുഗ്രഹത്തിന്റെ കണ്ണുനീർ എൻ്റെ മുഖങ്ങളിലേക്കും തലകളിലേക്കും വീഴുമ്പോ ഞാൻ ഉണരും. പ്രിയപ്പെട്ടവർ, അതൊരു ബന്ധമാണ്. ആ ഒരു ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തപ്പെടണം. ആ ഒരു ബന്ധത്തിൽ നമ്മുടെ തലമുറയാവണം. എങ്കിലേ എൻ്റെ വല്യപ്പനാണെന്നും എൻ്റെ വല്യമ്മയാണെന്നും എൻ്റെ അപ്പനാണെന്നും എൻ്റെ അമ്മയാണെന്നും പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുള്ളൂ. അല്ലേ പറയും, സ്വന്തം അമ്മയെ കണ്ടിട്ട് സ്കൂളിൽ കൂട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുത്തു, ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്, ഞങ്ങളുടെ സെർവൻ്റാണ് എന്ന് പറയുന്ന മക്കളെ പോലും എനിക്കറിയാം. അമ്മ മകന്റെ കുറ്റം പറഞ്ഞതിന് വയറിലേക്ക് ചവിട്ടിയ മകനെ എനിക്കറിയാം. ഇതൊക്കെ പറയുമ്പോൾ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശാലമായൊരു ബന്ധത്തിന്റെ ആവിഷ്കരണം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. പാസ്റ്റാണ്, ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ എന്നുള്ളത് അന്വേഷണമാവണം. ഒരു കാര്യം പറയാം, ദൈവസന്നിധിയിൽ കരയാത്ത അപ്പനും കരയാത്ത അമ്മയില്ലെങ്കിൽ ഒരു തലമുറ നന്നാവില്ല. പല രീതിയിലും പറയാറുണ്ട്, നീ അവനെ കണ്ടുപിടിക്കുക, നീ അവളെ കണ്ടുപിടിക്കുക, നീ കർത്താവിനെ പോലെ ആവണം, നല്ല കാര്യം, നീ ഗാന്ധിയെ പോലെ ആവണം, നല്ല കാര്യം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും ഇന്നേ വരെ പറയാൻ പറ്റുമോ, മോനെ മോളെ നീ അപ്പയെ പോലെ ആവ്, അമ്മയെ പോലെ ആവണമെന്ന് പറയാൻ പറ്റിയോ? പറ്റിയില്ല. അവിടെയാണ് നമ്മുടെ മൂല്യച്യുതി, അവിടെയാണ് ബന്ധങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയത്. എബ്രഹാം ലിങ്കന്റെ ജീവിതങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ 2018 സ്കൂൾ തുറക്കുന്ന സമയത്ത് പത്രങ്ങളൊക്കെ വന്നതാണ്. എബ്രഹാം ലിങ്കന്റെ അപ്പൻ അദ്ദേഹത്തിൻ്റെ ടീച്ചറിനെ, എബ്രഹാം ലിങ്കനെ പഠിപ്പിക്കുന്ന അധ്യാപകന് അയച്ചൊരു എഴുത്തുണ്ട്, എൻ്റെ മോനെ ശിക്ഷിക്കണം, എൻ്റെ മോനെ ശാസിക്കണം, എൻ്റെ മോനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നമുക്കങ്ങനെ പറ്റുന്നുണ്ടോ? മക്കളെ പേടിപ്പിച്ചാൽ ആ പേടിക്കൊപ്പം തുള്ളുന്ന അപ്പനും അമ്മയില്ലേ എന്നുള്ളത് പോട്ടെ. വിശാലമായ ബന്ധത്തിൻ്റെ നല്ല തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാവണം. ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ അമ്മച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് ചട്ടയും മുണ്ടും ഉടുത്ത ഇവിടെ ഒറ്റ ഒരാൾ പോലും ഇല്ല, പേരിന് പോലും ആരുമില്ല. ചട്ടയും മുണ്ടും കൊടുത്ത ഈ അമ്മച്ചിമാരുടെയൊക്കെ വലിയ ഇഷ്ടം എനിക്ക്. ഞാനൊരു 2-3 വർഷം മുമ്പ് പാമ്പാടിയിലെ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് 90 വയസ്സുണ്ട്. ഞാനിടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ പഴയകാല ജീവിതം ഓർക്കുന്നുണ്ടോ? 90 വയസ്സുകാരെ അമ്മച്ചി ഒരു ഒറ്റ ഓട്ടം, 16-ാം വയസ്സിലോട്ടം.
ഉണ്ട്. ഞാനത് പറയാമോ? പറഞ്ഞു, എന്നെ 14-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു. അല്ലേ സന്തോഷം കണ്ടോ? കെട്ടിക്കത്തില്ല. ഇപ്പം നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പഴയകാലമായിരുന്നു. എന്നെ 14-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു. അപ്പച്ചൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് 6 മക്കളുണ്ട്. അപ്പോഴത്തേക്ക് അഭിനയിക്കുക. 6 മക്കളുണ്ട്. അപ്പച്ചൻ പാടത്തും പറമ്പത്തൊക്കെ കൃഷി ചെയ്യും. സന്ധ്യയാകുമ്പോൾ അപ്പച്ചൻ പാടത്തുനിന്ന് കയറി വരുമ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, എടിയോ കട്ടൻ കൂപ്പിയുണ്ടോ? എന്താ കട്ടൻ കൂപ്പിയുണ്ടോ? അമ്മച്ചി കട്ടൻ കൂപ്പി അനത്തി കൊടുക്കും. കട്ടൻ കൂപ്പി അനത്തി കൊടുത്ത് കഴിയുമ്പോൾ ആ സമയത്ത് അപ്പച്ചൻ കാപ്പി കുടിക്കുമ്പോൾ അമ്മച്ചി ചൂടുവെള്ളം എത്തും. എന്തിനാ ചൂടുവെള്ളം എത്തുന്നത്? അപ്പച്ചനെ കുളിക്കാൻ സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ, ചൂടുവെള്ളം കിട്ടുമല്ലോ, പോട്ടെ. അമ്മച്ചി ചൂടുവെള്ളം എത്തി കൊടുക്കും. വരും അപ്പച്ചൻ ചൂടുവെള്ളത്തിൽ കുളിച്ചിങ്ങനെ ഇരിക്കും. 6 ഞാൻ പറയും പ്രാർത്ഥിക്കാൻ പായിടാൻ പറയും. അമ്മച്ചിയും അപ്പച്ചനും 6 മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് 8:30 അപ്പച്ചൻ പറയും ഭക്ഷണം വിളമ്പും, അത്താഴം എടുക്കാൻ പറയും. അത്താഴം വിളമ്പും. അമ്മച്ചി പറയുക, ഞാൻ വിളമ്പുമ്പോൾ കൂടുതൽ ആർക്ക് വിളമ്പും? അപ്പച്ചന് വിളമ്പും. ഞാനപ്പോൾ എടുത്തു വായി ചോദിച്ചു, അമ്മച്ചി എന്തോ അപ്പച്ചനെ വിളിക്കുന്നത്? ഞാൻ അപ്പച്ചാന്നാ വിളിക്കുന്നത്. ഞാൻ എന്താ വിളിക്കുന്നത്? അപ്പച്ചാന്ന്. ഇന്നെന്താ വിളിക്കുന്നത്? അപ്പച്ചൻ മാറി അച്ചായായി, അച്ചായ മാറി അച്ചയായി, അച്ഛ മാറി ബാബുച്ചായായി, ബാബുച്ചായൻ മാറി ബാബുവായി, ബാബു മാറി ബായായി. വന്ന് ആ ശൈലി നിങ്ങളെപ്പറ്റി അല്ലേ പറയുന്നേ? ആ ശൈലിയിലേക്കൊക്കെ ഇന്ന് പേരുകളൊക്കെ പോയി. ഹൃദ്യമായ ബന്ധമുണ്ടെങ്കിലേ അച്ചായനൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് വിഷയം ഉണ്ടാക്കരുതേ, പറയാം. അപ്പോ അപ്പച്ചന് ഭക്ഷണം അമ്മച്ചി കൂടുതൽ വിളമ്പും. കലത്തിലെ കൂടുതൽ ഭക്ഷണം ആർക്കാണ്? അപ്പച്ചന്. ബാക്കി മക്കൾക്കും വിളമ്പും. ചിലപ്പോൾ അമ്മച്ചിയുടെ കലത്തിൽ അധികം ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ മക്കൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട്. എന്താ മക്കൾ പഠിക്കുന്ന പാഠം? ഈ അച്ചായന് അപ്പച്ചന് ആരോഗ്യമുണ്ടെങ്കിലേ നാളെ ഞാനും ഈ മക്കളും ഇന്ന് കിട്ടുമോ കൂടുതൽ ചോറ്? എനിക്കിന്ന് കിട്ടുന്നത് ഒരു ഗ്രീൻ സാലഡാ വൈകിട്ട് കിട്ടുന്നത്. വല്ല പള്ളിയിൽ പോയപ്പം കഴിക്കാം. ഇച്ചിരി കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതോ? ഇന്ന് കിട്ടുന്ന 1.5 മുറി ചപ്പാത്തി കിട്ടുക. വെളുപ്പാങ്കാലം അങ്ങോട്ട് പരവേശവാ. കാരണം എന്താ? വയറെന്താ? കാലിയ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കുക്കർ എന്ന് വേണ്ട സർവമാന അസുഖങ്ങളുള്ളത് കൊണ്ട് എന്തായാലും അധികം ഒന്നും കഴിക്കണ്ട, നല്ല കാര്യം. രണ്ടാമത്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ മക്കളൊക്കെ മുഴുവൻ കഴിക്കും. ഈ അപ്പച്ചൻ തൻ്റെ പാത്രത്തിൽ ഒരു പിടി ചോറ് വെച്ചേക്കും. അതാർക്കാ? ഇന്ന് അച്ചായൻ ഒരു പിടി ചോറ് പാത്രത്തിൽ വെച്ചാൽ അത് ആര് കഴിക്കും? പറ. ഒന്നീ കോഴി കഴിക്കും, അല്ലെ വീട്ടിലെ വളർത്തുന്നതായി കഴിക്കും. നമ്മൾ കഴിക്കില്ല. കാരണം എന്താ? നമ്മുടെ ഹൈജീൻ സംസ്കാരത്തിലേക്ക് ഇന്ന് തൊടാൻ പോലും പറ്റത്തില്ല, അല്ലേ? ഞാൻ പണ്ട് പറയായിരുന്നു, നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യ സമയം എന്തായിരുന്നു? ആദ്യ സമയത്ത് അന്യോന്യം ശ്ലോമോ നൽകുന്ന പറയുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ആരാധനയിൽ. പിന്നെ അത് ശോഷിച്ച് എന്തായി? കൈസൂരിയായി. ഇപ്പൊ എന്തായി? ഹായ്. അപ്പോ ഓരോന്നും ഇങ്ങനെ കുറഞ്ഞ് തൊടാൻ പോലും വയ്യാത്തൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ തരംതാണ് പോയി. ഇതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെ, പോട്ടെ. അപ്പോ ഈ അപ്പച്ചൻ അവശേഷിപ്പിക്കുന്ന ചോറ് കാണുമ്പോ ഈ മക്കൾക്ക് തൻ്റെ വീടിന്റെ ആദ്യത്തെ സ്കൂള് വീടെന്ന് പറയുന്നത് അതാണ്. ഈ മക്കൾക്കൊരു ബോധമുണ്ടാവുകയാണ്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കരുതണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലോകത്തെ പറ്റി ഇന്ന് സ്വപ്നം കാണാനല്ലാതെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ പരിശ്രമിച്ചാൽ കഴിയുമായിരിക്കും, പഴയൊരു തലമുറ നിലനിൽക്കുന്നെങ്കിൽ. അങ്ങനെ ഒരു വിശാലമായ ബന്ധത്തിന്റെ മനോഹരമായ തലങ്ങൾ നമ്മുടെ വീടുകളിൽ ആവിഷ്കരിച്ചിരുന്നു. അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയും, ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ഹേരോദാവിൻ്റെ കൊട്ടാരം പോലെയാ.
ആരുടെ കൊട്ടാരമാ? ആരുടെ കൊട്ടാരമാ? ഹേരോദാവിന്റെ കൊട്ടാരം. എന്താ ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ പ്രത്യേകത? ഒന്ന്, ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ ഫിലിപ്പിന്റെ ഭാര്യയായിരുന്നു ആര്? ഫിലിപ്പിന്റെ ഭാര്യയുടെ പേരെന്താ? നിങ്ങൾ എന്നല്ല മനുഷ്യരെ മുണ്ടത്തില്ലല്ലോ. ഈ പള്ളി വികാരിയായിരിക്കും കൊതി തോന്നുക. ഒന്നും മിണ്ടാത്ത നല്ല ആളുകള്. ഹെരോദാവിന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യയുടെ പേരാണ് ഹേരോദ്യ. ഹേരോദ്യ മനോഹരമായ വിരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭർത്താവിന്റെ സഹോദരനെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. നല്ല ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം. ഹേരോദാവ് ഹേരോദ്യയുടെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയാമോ? പണ്ട് നൊസ്റ്റാൾജിയ പറയാം, മുതിർന്നവർ പറയണം. രമണനെയും ചന്ദ്രികയും അറിയാമോ? രമണനെയും ചന്ദ്രികയും അറിയാമോന്ന്? അവരുടെ ഒരു പാട്ടുണ്ട്. ഞാൻ പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ ഗീതം പോലെ പാടാൻ പറ്റിയൊരു പാട്ടാണ്. നിങ്ങളുടെ വികാരിക്ക് നല്ല പാട്ടുകാരന്. രമണനും ചന്ദ്രികയും അവരെ അന്ന് ആവിഷ്കരിച്ചൊരു പാട്ടുണ്ട് നമ്മുടെ ബോധമനസ്സിൽ. സുവിശേഷ ഗീതം പോലെ പാടാൻ പറ്റിയ പാട്ടാണ്. ഞാൻ തുടങ്ങിത്തരാം. കാനന ഛായയിൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ, പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. നാണിക്കാതെ പാടിക്കോ, നല്ല പാട്ടാ, അർത്ഥമുള്ള പാട്ടാ. കാടിന്റെ വിശാലതയിൽ ഏകാന്തതയുണ്ട്. അവിടെ ആരുമില്ല. പ്രേമം കൈമാറുവാൻ നമ്മളിലുണ്ട് മാത്രം എന്ന് ചന്ദ്രിക പറയുമ്പോ രമണൻ പറയുകയാണ്, നോ നെവർ, പാടില്ല. നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പഴയൊരു പാട്ടിന്റെ ബന്ധങ്ങളുടെ വിശാലതയിൽ സൂക്ഷിക്കാവുന്നൊരു പാട്ടാണ്. നമ്മെ നമ്മൾ മറന്നൊന്നും ചെയ്തുകൂടാ. ഡാഡി മമ്മി വീട്ടിലില്ല. എൻ്റെ അപ്പൻ ജിമ്മിക്ക് കമ്മൽ അടിച്ചോണ്ട് പോയി. എൻ്റെ അമ്മ ബ്രാൻഡ് കുപ്പി കുടിച്ചു തീർത്തു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പാട്ടാ. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ പാടുമ്പോ അപ്പനും അമ്മയും കേട്ടോണ്ടിരിക്കുക. അപ്പനെ കള്ളാന്നും അമ്മയെ മദ്യപാനിന്ന് വിളിക്കുന്നു. അപ്പനും അമ്മയും വീട്ടിലില്ല, ഡാഡിയമ്മയും വീട്ടിലില്ല. എന്തരുതായ്മകൾ ഇവിടെയാകാം. പ്രിയപ്പെട്ടവരെ, അതും കാലഘട്ടത്തിന്റെ ബന്ധങ്ങൾ നശിപ്പിക്കാനുള്ള സംസ്കാരത്തിന്റെ ശൂന്യത. പോട്ടെ. ഫിലിപ്പിന്റെ ഭാര്യ ഹേരോദിയോട് ചോദിച്ചു, ഹേരോദാവ്, നിന്റെ സുഭിക്ഷമായ ഭക്ഷണമാണ്, നീ എൻ്റെ കൂടെ പോരുന്നോ? ഹേരോദാവിന്റെ കൊട്ടാരത്തിലെ ഒരു പ്രശ്നം അതാണ്. സ്വന്തം സഹോദരന്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു, കാമുകിയാക്കി സൂക്ഷിക്കുക. അതാണ് ഞാൻ 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഇന്ന് ഒരു സീരിയൽ സംസ്കാരം നമ്മിലുണ്ടല്ലേ? അല്ലേ? ഇന്നൊരു സീരിയൽ സംസ്കാരം ഉണ്ടോന്ന്? ഉണ്ട്. കാണുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ചിക്കൻ ബോക്സ് ആയിട്ട് ഇരുന്നപ്പോൾ ഒരു 10 ദിവസം വീട്ടിലിരിക്കേണ്ട വന്നപ്പോൾ ഇതൊക്കെ ചുമ്മാ കണ്ടു. സമയം പോണ്ടേ? കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. വിവാഹം കഴിഞ്ഞവരെ ചിത്രീകരിക്കുമ്പോൾ അവർക്കെല്ലാം സ്റ്റെപ്പ് അലയൻസ് ഉണ്ട്. എങ്ങനെ ഒരു കുടുംബ ബന്ധം തകർത്ത് കളയാം, എങ്ങനെ അമ്മായിയപ്പനെ കൊല്ലാം, എങ്ങനെ മോഷണം നടത്താം. ശരി തെറ്റോ? അപ്പനും അമ്മയും മക്കളുമെല്ലാം ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ നമ്മുടെ ബുദ്ധി ഉറയ്ക്കുന്ന കുഞ്ഞുങ്ങൾ കാണുന്ന ചിന്താഗതി എന്ന് പറയുന്നത് ഇതാണ് ജീവിതം. അതുകൊണ്ടാണ് കെട്ടിച്ചു വിട്ട് 14 പൊക്കം കാലം പറിച്ചിരിച്ചിങ്ങ് പോരുന്നത്. അമ്മ പറയും നീ ഇങ്ങ് പോര്. അവനും അവളും കണ്ടിരിക്കുന്ന സംസ്കാരം ഇതൊക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ബന്ധങ്ങളുടെ ഒരു തലമുണ്ട്. അതേത് തലത്തിലാവണമെന്നുള്ളത് ഒരു അന്വേഷണമാവട്ടെ. 2ാമത് ഹേരോദാവിന്റെ കൊട്ടാരം, അവിടുത്തെ അധപ്പതനം എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരാഘോഷം. അവിടെ പ്രത്യേകം പറയാണ് സുവിശേഷങ്ങളിൽ, അവിടെ ഈ മേൽത്തരമായ മദ്യം വിളമ്പി, മദ്യത്തിന്റെ ലഹരിയിൽ ഹേരോദാവ് ശലോമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. മേൽത്തരമായ മദ്യങ്ങൾ വിളമ്പിയ ആഘോഷം,
തൻ്റെ ബന്ധങ്ങളുടെ വിശാലത കൂട്ടുവാൻ ഹേരോദാവ് തൻ്റെ ജന്മദിനത്തിൽ ആഘോഷം നടത്തുകയാണ്. ഇത് നമ്മുടെ ഇടയിലുള്ള രണ്ടാമത്തെ പ്രശ്നമാണ്. ബന്ധങ്ങളുടെ ആക്കം കൂട്ടാൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാൽ 5 കുപ്പി, മിലിറ്ററിക്കാരന് 12 കുപ്പി, കൊടുക്കടാ, കുടിക്കടാ, സ്നേഹം കൂടട്ടടാ, നശിക്കട്ടടാ. ഇതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. ഈ രണ്ട് വർഷം മുമ്പ് പാലായിലെ പ്രശസ്തമായൊരു സ്കൂള്, അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നെ 2 ദിവസം ഓറിയന്റേഷന് വിളിച്ചു കുട്ടികൾക്ക് വേണ്ടി. 10ാം ക്ലാസ്സും +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ സിസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു വന്നവനാണ്, പക്ഷേ +2 ഇവൻ അമ്പേ പരാജയമാണ്. അവൻ്റെ പേര് ആശിഷ് എന്നാണ്. ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു, എന്താ മോനെ കാര്യം? അവനൊന്നും പറഞ്ഞില്ല, ഒന്നും അവൻ പറഞ്ഞില്ല. ഞാൻ പോരാ നേരം അവൻ്റെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, എടോ, പരിഹരിക്കാൻ പാടില്ലാത്ത ഒരു പ്രശ്നം ലോകത്തിലില്ല. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനും ഒക്കെ ചിന്തിച്ചോണം. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ലോകത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പക്ഷെ നമ്മുടെ മനോഗതിയുടെ പ്രശ്നമാണ്. ഒരു കള്ളത്തരം കാണിച്ച ഒരു കുട്ടിയെ കണ്ടാൽ അവൻ മരിക്കുന്നതിന് പകരം അവനെ കള്ളാന്ന് വിളിക്കും. നമ്മുടെ മനോഗതിയുടെ പ്രശ്നമാണ്. കൊലപാതകം ചെയ്ത് ശിക്ഷ അനുഭവിച്ച് വന്നാലും അവരെന്ത് വിളിക്കും? കൊലപാതകെന്ന് വിളിക്കും. ഒരു അപ്പൻ ആത്മഹത്യ ചെയ്താൽ നമ്മൾ വിശേഷിപ്പിക്കും, ഓ അവൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്താ, അവിടെ അപ്പൻ ആത്മഹത്യ ചെയ്താ എന്ന് പറഞ്ഞ് ആ വിശേഷണം കൊടുക്കും. ആ മനോഗതിയൊക്കെ മാറണം. അപ്പോ ഞാൻ പറഞ്ഞിടൂ, താൻ എന്നോട് സംസാരിക്കാം, കാര്യങ്ങൾ എന്തും പറയാം, ഞാൻ തൻ്റെ ഒരു ബ്രദറാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കയറാൻ ചെന്നപ്പോൾ ഈ കുട്ടി എന്നെ പുറകെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഫാദർ നമ്പർ തരാമെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തു. ഞാനിങ്ങ് പോരുന്നു. ഞാൻ പോരുന്നു. ഒരു 3-4 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച കുട്ടി എന്നെ വിളിക്കുക, ഫാദറെ ഞാൻ ആശിഷ, ഞാൻ ഏതാണ് ഇന്നടത്ത് പരിചയപ്പെട്ടത്. അമ്മ ഓക്കെ റീകളക്ട് ചെയ്ത് പറഞ്ഞു, ഓക്കെ മോനെ എനിക്ക് ഫാദറിനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഇന്നടത്ത് ഇന്ന സ്കൂളുണ്ട്, നീ ഇങ്ങ് വാ, നമുക്ക് കാണാം. ഒരു ശനിയാഴ്ച രാവിലെ ഒരു 7-8 ആയപ്പോൾ പാലായിൽ നിന്ന് ഈ കുട്ടി എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ കൂടെ സഹകരിപ്പിച്ച് ജോലിയൊക്കെ ചെയ്തു. 9 ആയപ്പോൾ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ചുമ്മാതെ തോളെ കൈയിട്ട് അവനോട് ഇങ്ങനെ മുറ്റത്തോട് നടക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിനക്കെന്തോ എന്നോട് പറയാനുണ്ട്. ഞാൻ അച്ഛനായോണ്ടാണ് നീ ഇങ്ങനെ മറച്ചു വെക്കുന്നത്. ഞാനിപ്പോൾ അച്ഛനല്ല, നിന്റെ സഹോദരനാണ്, നിന്റെ അപ്പനാണ്, നിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. നീ പറ, എന്താ കാര്യം? ഈ കുട്ടിയുടെ വയറിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ അബദ്ധമായ കർത്താവ് ഞാൻ ചിന്തിച്ചു പോയി. ഇവനങ്ങ് പൊട്ടിക്കരയുകയാണ്. കരഞ്ഞ് ഈ കുട്ടി പറയാണ്, അച്ഛാ ഫാദറെ, എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടി 7ാം മാസം 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു, അമ്മ മരിച്ചു. എനിക്ക് 2 പെങ്ങന്മാരാണ്. മൂത്ത ആൾ കോട്ടയത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളാണ്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ BCom 3rd ഇയർ പഠിക്കുകയാണ്. അപ്പന് പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ വർക്കിനൊക്കെ പോവും. അങ്ങനെ ജീവിതമാണ്. പിന്നെ അപ്പൻ വെള്ളമടിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന ആളാണ്. ശരി, പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, അമ്മ മരിക്കുന്ന സമയം വരെയൊക്കെ അപ്പൻ ഇച്ചിരൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വരത്തുള്ളായിരുന്നു, പക്ഷെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു അമ്മ മരിച്ചൊരു വർഷം കഴിയുന്നതിന് മുമ്പ് ഈ അപ്പൻ മദ്യപിക്കാതെ വീട്ടിൽ വരുന്നത്. പക്ഷെ കൂടെ ഒരു സാധനം കാണും, എന്താ? ഒരു കുപ്പി കാണും, കള്ളുകുപ്പി കാണും. അതും കുഴപ്പമില്ല. ഈ അടുത്ത കാലമായിട്ട് ഈ അപ്പൻ്റെ മദ്യക്കുപ്പിയുടെ കൂടെ എല്ലിൻ്റെ പുറകെ നായകൾ എന്ന് പറഞ്ഞ പോലെ അപ്പൻ്റെ മദ്യക്കുപ്പിയുടെ കൂടെ 3-4 കൂട്ടുകാരും കാണും വീട്ടിൽ. ഒരു സാധു കുടുംബമാണ്. ഒരു പ്ലംബിങ്ങിന് പോകുന്ന ഇലക്ട്രീഷ്യനായ സാധാരണക്കാരൻ്റെ ഒരു വീടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ ഈ കുഞ്ഞു പറയുകയാണ്, പപ്പയും കൂട്ടുകാരും കൂടെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരുടെ കണ്ണുകൾ പിന്നെ അങ്ങ് പതറുക എങ്ങോട്ടാ? അവൻ്റെ സഹോദരികളിലേക്ക്. ഈ കുഞ്ഞ് എന്ത് ചെയ്യും അറിയാമോ? വലിയ അടച്ചുപൂട്ടുള്ള വാതിലൊന്നുമില്ല. ഈ 2 പെങ്ങന്മാരെ മുറിക്കുള്ളിൽ കയറ്റിയിട്ടിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ട് ഈ കുഞ്ഞ് നേരം വെളുക്കുന്ന വരെ കാവലിരിക്കുക. നിങ്ങൾ ചിന്തിച്ചേ, ഈ കൊച്ചൻ നാളെ രാവിലെ സ്കൂളിൽ പോയാൽ ഉറങ്ങുമോ പഠിക്കുമോ? അവൻ ആ സ്കൂളിൽ ഇരുന്ന് ഉറങ്ങും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ പഠിച്ചു വന്ന നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ട ഒരു കുഞ്ഞവന്. പക്ഷേ ഒരപ്പൻ്റെ തരം താണ പ്രവർത്തനം കാരണം അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ വിട്ടു. ഞാൻ ഈ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെയാണ് ആ വീടിൻ്റെ പ്രശ്നം.
സിസ്റ്റർ ഇടപെടണം, കൃത്യമായിട്ട് ഇടപെട്ടേ പറ്റൂ. സിസ്റ്റർ അങ്ങനെ ആവശ്യമായ ഇൻഫോർമേഷനൊക്കെ കൊടുത്ത് ഏതായാലും സേഫായി എന്ന് ഞങ്ങളെല്ലാം വിശ്വസിച്ചു. അവരുടെ ബന്ധക്കാരെയും സ്വന്തക്കാരെ അറിയിച്ചു. പോലീസ് വരെ സിസ്റ്റർ കൃത്യമായിട്ട് അറിയിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒക്കെ പോയി ഈ കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച വെളുപ്പിനെ ഒരു 4:30 എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ പള്ളിയിലാണ് താമസിക്കുക, കഷ്ടാന പാഴ്ച. റിങ് ചെയ്തു. ഞാൻ എടുത്തപ്പോൾ ഈ സിസ്റ്ററാണ്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. എന്താ സിസ്റ്ററെ? വെളുപ്പിനെ ഫാദറെ, ആശിഷ് സൂയിസൈഡ് ചെയ്തു. 17 വയസ്സുള്ള ആശിഷ് സൂയിസൈഡ് ചെയ്തു. സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരപ്പനും കൂട്ടുകാരും ചേർന്ന് അരുതാത്ത കാര്യങ്ങൾ മദ്യത്തിന്റെ ലഹരിയിൽ ഒരു വീട്ടിൽ ചെയ്തപ്പോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും തകർക്കുവാൻ ഒരപ്പൻ ശ്രമിച്ചു. ആരാ കുറ്റക്കാര്? ഇവിടെ ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, കരയുന്ന നൊമ്പരങ്ങൾ, ജീവിതങ്ങളുണ്ട്. ഈ തിരിച്ചറിവില്ലാതെ പോയാൽ നാളെ ഭൂമിക്ക് നമ്മൾ കണക്ക് പറയേണ്ടി വരും. നിനക്ക് തൊടുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നിലയിൽ നിന്റെ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? കാരണമാരാ? നീ തന്നെയാ. ഒരു പക്ഷേ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാകാം. എന്നെ കൊന്നോട്ടെ, എനിക്ക് വിഷയമില്ല. എങ്കിലും ഞാൻ പറയാം, മദ്യപിക്കുന്ന അപ്പന്മാരും മദ്യപിക്കുന്ന അമ്മമാരും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും. മദ്യപിക്കുന്നതിന്റെ ലാഭം എന്താ? ഇത്രയും നാളും മദ്യപിച്ചത് കൊണ്ട് എനിക്കൊരു ലാഭമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞ നാളെ മുതൽ ഷിബു ടോമറീസ് അച്ഛൻ പ്രസംഗിക്കത്തില്ല. മദ്യപിക്കുന്ന ലാഭത്തെ പറ്റി ഞാൻ പറയാം. 1, ആരോഗ്യനഷ്ടം. 2, മാനനഷ്ടം. 3, സമ്പത്തിന് നഷ്ടം. 4, അവനെ ഓർത്ത് വേദനപ്പെടുന്ന അപ്പൻ അമ്മ. 5, തോരാതെ കരയുന്ന ജീവിത പങ്കാളി. 6, അപമാന ഭാരം കൊണ്ട് തലകുനിക്കുന്ന മക്കൾ. ഇതല്ലാതെ ഒരു മദ്യപാനിക്ക് സമ്പാദ്യമുണ്ടോ? അന്വേഷിക്കണം, ചിന്തിക്കണം. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ബന്ധങ്ങളുടെ വിശാലതയിൽ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ നിർവഹിച്ചപ്പോ മദ്യം വിളമ്പി. അവസാനം ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3, ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മളത. ഹെരോദ്യയുടെ മകളായ ശലോമിക്ക് സന്തോഷം നൽകാൻ വേണ്ടി ഹെരോദാവ് ഓഫറുകൾ കൊടുത്തു. ഇന്ന് ബന്ധങ്ങൾ കൂട്ടാൻ ശ്രമിക്കുവാൻ ഓരോ മാതാപിതാക്കളും ചെയ്യുന്ന കാര്യമാണ് ഓഫറുകൾ കൊടുക്കുക. 10ാം ക്ലാസ് ജയിച്ചാൽ മൊബൈൽ ഫോൺ, +2 ജയിച്ചാൽ സ്കൂട്ടർ, ഡിഗ്രി ജയിച്ചാൽ നിനക്ക് കാറ്, നിനക്ക് UK വിസ, എന്ത് വേണേലും തരാം, നീ പഠിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ ഗതികേടോ എനിക്കറിയില്ല. നമ്മളെ പറഞ്ഞയക്കേണ്ടുന്ന പല മക്കളെയും നമ്മുടെ ഓഫർ കാരണം നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കേണ്ട തലത്തിലായില്ലേ? നമ്മളെ പറഞ്ഞയക്കേണ്ട പല മക്കളെയും നമ്മൾ ഇന്ന് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കൊടുക്കുന്ന ഓഫറുകൾ. വിശാലമായ ബന്ധങ്ങളിലേക്ക് വളരണം. കപ്പദോക്യൻ പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മയായി തീർന്ന സഹോദരങ്ങൾ എത്ര വിശാലമായ ബന്ധത്തിന്റെ കാഴ്ചപ്പാടുകൾ കാണിച്ച പിതാക്കന്മാരുടെ ഓർമ്മ സ്മരിക്കുമ്പോ നമ്മുടെ ബന്ധങ്ങളുടെ വിശുദ്ധി നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? വാക്കുകൾ ചുരുക്കട്ടെ. മൂത്തവൻ അപ്പനായിരിക്കണം, മൂത്തവൾ അമ്മയായിരിക്കണം, ഇളയവർ സഹോദരങ്ങളും സഹോദരിയുമായിരിക്കണം. കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. അനുഭവത്തിൽ നിന്നൊരു കാര്യം അവസാനിപ്പിക്കാം. ഞാൻ ഏറെ സ്നേഹിച്ച ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് ജിൻസൺ ജോഷുവ. എനിക്ക് മക്കളില്ല. അവൻ്റെ പേര് ജിൻസൺ ജോഷുവ എന്നാണ്. 14ാമത്തെ വയസ്സിൽ അവൻ്റെ കാൽമുട്ടിന് വേദന അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പല ഹോസ്പിറ്റലും കൊണ്ടുപോയി. അവസാനം ഡോക്ടേഴ്സ് വിധി എഴുതി, നോ ഹോപ്പ് ഇൻ ദിസ് കേസ്, ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ കാണുവാൻ ഞാൻ ചെല്ലും. എല്ലാ ദിവസവും ചെല്ലും. അവനിഷ്ടപ്പെട്ട ആഹാരം, അവനിഷ്ടപ്പെട്ട സംസാരം, ഇഷ്ടമുള്ള ആളുകളൊക്കെ കൂട്ടിയാൻ അവൻ്റെ ജീവിതത്തിന് സന്തോഷം വേണമല്ലോ. ഒരു ദിവസം അവൻ എന്നോട് ആവശ്യപ്പെട്ടു, അച്ഛാ,
എനിക്കൊരു കുരിശ് വേണം, എനിക്കൊരു കുരിശ് വേണം. ഞാനിങ്ങനെ പരിമല പോയി ഒരു കുരിശൊക്കെ മേടിച്ച് പ്രാർത്ഥിച്ച് റംബാച്ചനം കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു. ഒരു കറുത്ത ചരടും കൊടുത്തു. ആ കുരിശിങ്ങനെ കഴുത്തിൽ കെട്ടി തൂക്കിട്ടിരിക്കുകയാണ്. മിക്കവാറും കാണുന്ന കാഴ്ച, ഈ കുരിശിങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഇവൻ കിടക്കുന്നത്. 16 വയസ്സായപ്പോഴത്തെ 2 വർഷമായി. ഒരു ദിവസം എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൻ അമ്മ എന്ത് ചെയ്യേ? അവരപ്പുറത്ത് മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ ഒരു 3.5 വയസ്സുള്ള കുഞ്ഞിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അപ്പനമ്മ ഇവൻ്റെ അപ്പനമ്മ ആശ്വസിപ്പിക്കുക. ഞാൻ തിരിച്ചിപ്പുറത്തെ മുറി വന്നു. പറഞ്ഞു, അച്ഛാ കഥ കുറ്റിയിടാൻ പറഞ്ഞു. കുറ്റിയിട്ടു. പിന്നെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞാൻ മരിക്കുമോ? ഞാൻ പതറിപ്പോയി. എന്താ ഉത്തരം പറയുക? ഞാൻ മരിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ദൈവമല്ലല്ലോ, ദൈവം നിശ്ചയിക്കട്ടെ നീ മരിക്കുമോ ഞാൻ ജീവിക്കുമോ എന്നൊക്കെ. ചിലപ്പോൾ നിന്നെക്കാളും മുന്നേ ഞാനായിരിക്കും പോകുന്നൊക്കെ തമാശ പറഞ്ഞു. പെട്ടെന്ന് ഇവൻ്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചു. മറുചോദ്യം, മോനെ നിനക്ക് എന്തിനാടാ ഈ കുരിശ്? എൻ്റെ വയൽ എങ്ങനെ തോന്നിയത്? ഞാൻ വേദശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാൾ ഞാനാണ്. പക്ഷേ അത്രയും നാളുള്ള ജീവിതത്തിൽ 16 വയസ്സുകാരൻ ഒരു പാഠം പറഞ്ഞു. അച്ചോ, സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ ഈ കുരിശ് എൻ്റെ ചങ്കിനോട് വെച്ച് ഞാൻ അമർത്തും. 16 വയസ്സുകാരൻ്റെ ദൈവബന്ധമാത്. സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ അവൻ്റെതായ കാരണം കൊണ്ടല്ല അവന് രോഗമുണ്ടായത്. പക്ഷേ 16 വയസ്സുകാരനായ ജിൻസൺ ജോഷുവ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് പറയുകയാണ്, സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ ഈ കുരിശന്റെ ചങ്കിനോട് വെച്ച് അമർത്തും. നമ്മുടെ മക്കൾക്കും നമുക്കും ഈ സാക്ഷ്യമുണ്ടോ ദൈവബന്ധത്തിൽ? രണ്ടാമത് ജിൻസൺ ജോഷുവ പറയുക, എൻ്റെ വേദന കാരണം എൻ്റെ അപ്പയും എൻ്റെ അമ്മയും കരയരുത്. ഒരു മോനേ ഉള്ളൂ. എൻ്റെ വേദന കാരണം എൻ്റെ അപ്പയും എൻ്റെ അമ്മയും കരയരുത്. എന്നെ കേൾക്കുന്ന മക്കളെ, നമുക്ക് രോഗവും ദുഃഖമൊന്നുമില്ല. പക്ഷെ നമ്മൾ കാരണം നമ്മുടെ അപ്പയും അമ്മയും എന്തുമാത്രം കരയുന്നുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥയിലും തൻ്റെതായ കാരണം കൊണ്ടല്ല രോഗം വന്നത്. ജിൻസൺ ജോഷുവ പറയുകയാണ്, എൻ്റെ വേദന കണ്ട് എൻ്റെ അപ്പയും അമ്മയും കരയരുത്. മാതാപിതാക്കളുള്ള അവൻ്റെ ബന്ധം. 3, എനിക്കറിയാം, എനിക്കിപ്പോൾ ശ്വാസം മുട്ടലുണ്ട്, വയറ്റിലെല്ലാം പെയിനുണ്ട്, കേൾവി കുറയുന്നുണ്ട്, ബോഡിയൊക്കെ വീക്കായിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ല. എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ മരിച്ചാൽ ഈ സമൂഹത്തിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും എൻ്റെ 2 കണ്ണച്ച കൊടുക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ 2 കണ്ണ് സമൂഹത്തിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും അച്ഛൻ കൊടുക്കണം. അവൻ്റെ കാരണം കൊണ്ടല്ല രോഗം വന്നത്, പക്ഷെ സമൂഹത്തോടുള്ള അവൻ്റെ ബന്ധം. അവസാനം ഒരു കാര്യം പറഞ്ഞു, മധുവായി ശുശ്രൂഷിക്കുന്നവനാണല്ലോ, ശുശ്രൂഷ കുപ്പായി വിട്ടേ എന്നെ അടക്കാവൂ. പ്രിയപ്പെട്ടവരെ, 2 വർഷം മുമ്പ് നവംബർ 29, അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടാണ്. അതിന് ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് ശബ്ദം പോലും എടുക്കാൻ കുഞ്ഞിന് വയ്യ, ശ്വാസം എടുക്കാൻ വയ്യ. എങ്കിലും ഞങ്ങൾ അച്ഛന്മാർ 3-4 പേര് കൈ പിടിച്ചോണ്ട് ജിൻസൺ പറയുകയാണ്, മരണസമയത്ത് പ്രാർത്ഥിക്ക്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ജിൻസൺ ജോഷുവ എന്ന് പറയുന്ന തപനീയം കാച്ചിയെടുത്ത പൊന്ന് ദൈവത്തോട് ചേർന്നു. പ്രിയപ്പെട്ടവരെ, 16 വയസ്സ് മതി ഈ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിൽ കൃത്യമായ ബന്ധം പുലർത്താൻ. 2 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മതി ക്രിസ്തുവിന് വളരുവാൻ. ഈ ഒരു ബന്ധത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നമുക്കായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അതിക്രമിച്ചല്ലോ. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.